നാളെ തൊട്ട് ഞാനൊരു പുതിയ ഒരാളാവാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് നാളെ തൊട്ട് ഞാൻ പഠിക്കും, കളിക്കാൻ പോവും, ജിമ്മിൽ പോവും. ഓക്കെ, ആദ്യത്തെ ദിവസം പോയി, കുഴപ്പമില്ല. രണ്ടാമത്തെ ദിവസം പോയി, കുഴപ്പമില്ല. മൂന്നാമത്തെ ദിവസം പോയപ്പോൾ എന്തോ ഒരു ഇച്ചിരി ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ടല്ലേ, എന്തോ എന്തോ ഒരു ബുദ്ധിമുട്ട്. നാലാമത്തെ ദിവസം പോകാൻ ശ്രമിച്ചു, എങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് പോയി. അഞ്ചാമത്തെ ദിവസം നിങ്ങൾ എന്ന് ഈ പരിപാടി തുടങ്ങിയോ അതേ സിറ്റുവേഷനിൽ തന്നെ നിങ്ങൾ വന്നു നിന്നു വീണ്ടും. അതിനെയാണ് ലാക്ക് ഓഫ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. സ്ഥിരതയില്ല, ഒരു കാര്യത്തിനും സ്ഥിരതയില്ല, തുടർച്ചയില്ല ഒന്നിനും. സോ നിങ്ങൾ ഈ വീഡിയോ തമ്പനയിൽ കണ്ടു കാണാം 3 സ്റ്റെപ്പ് കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കൺസിസ്റ്റൻസി ബിൽഡ് ചെയ്യാൻ പറ്റുമെന്ന്. സോ ഈ വീഡിയോ നിങ്ങൾ എത്ര പേര് ഫുള്ള് കാണുമെന്നോ പകുതി കാണുമെന്നോ പോലും എനിക്കറിയില്ല. ബട്ട് ദിസ് 3 സ്റ്റെപ്പ് വിൽ ചേഞ്ച് യുവർ ലൈഫ് കംപ്ലീറ്റ്ലി. ഐ എം 100% ഷുവർ. ഈ 3 കാര്യം നിങ്ങൾ ഫോളോ ചെയ്തിട്ട് നിങ്ങൾക്ക് ഓരോ റിസൾട്ടും കണ്ടില്ല, യു ക്യാൻ റിപ്പോർട്ട് മൈ ചാനൽ, യു ക്യാൻ അൺസബ്സ്ക്രൈബ് മൈ ചാനൽ. യഥാർത്ഥ മോട്ടിവേഷൻ എന്നാൽ ഒരിക്കലും മോട്ടിവേഷൻ വീഡിയോ കാണുന്നതോ അതോ മോട്ടിവേഷൻ കോട്ട് വായിക്കുന്നതോ ആരെയും കണ്ട് ഇൻസ്പയർ ആവുന്നതോ അല്ല. ദ റിയൽ മോട്ടിവേഷൻ നിങ്ങളുടെ ലൈഫിൽ വരണമെങ്കിൽ ഈ ഒരു ഒറ്റ കാര്യമാണ് നിങ്ങളുടെ ലൈഫിൽ വേണ്ടത്, കൺസിസ്റ്റൻസി. സോ ആ കൺസിസ്റ്റൻസി നിങ്ങൾക്ക് വെറും ഈ 3 സ്റ്റെപ്പുകൾ കൊണ്ട് മാത്രം നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരാൻ പറ്റും. ഐ ആം 100% ഗ്യാരണ്ടിങ് യു. സോ ഹോപ്പ് യു വിൽ ബി സീ ദിസ് വീഡിയോ ഫുള്ളി. സോ ലെറ്റ് സ്റ്റാർട്ട് അവർ പ്രോഗ്രാം. സോ ഒന്നാമത്തെ റൂൾ എന്നാൽ സ്റ്റാർട്ട് ഇൻ സ്മാൾ. ചെറിയ കാര്യങ്ങൾ ചെയ്തു തുടങ്ങുക. ഒരിക്കലും നിങ്ങളൊരു കാര്യം തുടങ്ങാൻ പോകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ, ഒരു കുന്ന് കാര്യങ്ങൾ കൊണ്ട് ഞാൻ തുടങ്ങും. ഫോർ എക്സാമ്പിൾ പറയുമെങ്കിൽ ഇന്നോട്ട് ഞാൻ പഠിക്കും, ഇന്നോട്ട് ഞാൻ ജിമ്മിൽ പോകും, ഇന്നോട്ട് ഞാൻ കളിക്കാൻ തുടങ്ങി, ഇന്നോട്ട് ഞാൻ കണ്ടന്റ് ക്രിയേഷൻ തുടങ്ങും. ഇങ്ങനെ മൾട്ടിപ്പിൾ ടാസ്കുകൾ നിങ്ങളെ ബ്രെയിനിൽ നിങ്ങൾ കൊടുക്കുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരേ സമയത്ത് ഇത്രയും കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല. സോ ആസ് എ ബിഗിനർ ഇൻ കൺസിസ്റ്റൻസി ബിൽഡർ, സോ യു വാണ്ട് ടു ഫോക്കസ് ഇൻ വൺ തിങ്. ഒറ്റ കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്യുക. ഓക്കെ, ഈ വരുന്ന 30 ദിവസത്തിനുള്ളിൽ ഞാനൊരു 5 ബുക്ക് വായിക്കും, അല്ലെങ്കിൽ ഈ 30 ദിവസം ഞാൻ കൺസിസ്റ്റൻസ് ആയിട്ട് ജിമ്മിൽ പോകും. ഈ ഒരു ഒറ്റ കാര്യത്തെ മാത്രം ടാർഗറ്റ് ചെയ്ത് നിങ്ങളൊരു 30 ദിവസം വർക്ക് ചെയ്തു, നിങ്ങൾ ആ ഒരു 30 ദിവസം കൊണ്ട് ആ ഒരു ഒറ്റ ഫീൽഡ് നിങ്ങൾ എക്സ്പോർട്ട് ആവാൻ തുടങ്ങും. സോ അവിടെ തൊട്ട് നിങ്ങൾ കൺസിസ്റ്റൻസി ബിൽഡ് ആവാൻ തുടങ്ങുകയാണ്. ദിസ് ഈസ് ദ ഫസ്റ്റ് റൂൾ യു വാണ്ട് ടു ഫോക്കസ് ഇൻ യുവർ ലൈഫ്. സോ റൂൾ നമ്പർ 2 ഈസ് ഫിക്സ് എ ടൈം. എപ്പോഴും ഒരു കൃത്യമായ സമയം നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യത്തിനുള്ളിൽ നിങ്ങൾ മാറ്റി വയ്ക്കുക. എപ്പോഴും ഏതൊരു കാര്യം, ഇപ്പോൾ നിങ്ങൾ ജിമ്മിൽ പോകുന്ന കാര്യം ഞാൻ പറഞ്ഞു, ഇപ്പം ഇനി അടുത്ത് പഠിക്കാൻ പോകുന്ന കാര്യമാണെങ്കിൽ, സോ നിങ്ങൾ ആ ഒരു ദിവസം നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ കാര്യങ്ങൾ നടന്നാലും ഈ സമയത്ത് ഇപ്പം ഞാൻ 8 മണിനൊരു സമയം ഇന്ന് രാത്രി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ രാവിലെ 4 മണിനൊരു സമയം ഇന്ന് രാവിലെ ഉണ്ടെങ്കിൽ ആ സമയം നിങ്ങൾ പഠിക്കാൻ ഇരിക്കണം. ആ സമയം നിങ്ങൾ ജിമ്മിൽ പോയിരിക്കണം. സോ നിങ്ങൾ ഏത് കാര്യമാണോ ചെയ്യുന്നത് ആ ഒരു കൃത്യമായ സമയം നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്ത് ആ സമയത്ത് നിങ്ങൾ ചെയ്തിരിക്കണം. സോ നിങ്ങളിതൊരു 30 ദിവസം ഈ ഒരു കാര്യം ഫോളോ ചെയ്യുമ്പോഴത്തേക്ക് ആദ്യം ചെയ്ത കാര്യം ഓട്ടോമാറ്റിക്കായിട്ട് ഈ രണ്ടാമത്തെ റൂൾ കൊണ്ട് ആപ്ലിക്കബിൾ ആവും. സോ റൂൾ നമ്പർ 3 ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ഈ മൂന്നാമത്തെ കാര്യം നിങ്ങളുടെ കയ്യിലില്ല എങ്കിൽ നമ്മൾ ഈ ആദ്യത്തെ 2 റൂള് ഫോളോ ചെയ്തൊന്നും ഒരു ഉപകാരവുമില്ല. സോ തേർഡ് റൂൾ ഈസ് നെവർ സ്കിപ്പ് ട്വൈസ്. ഒരിക്കലും 2 തവണയിലധികം നിങ്ങൾ ഒരു കാര്യവും സ്കിപ്പ് ചെയ്യല്. സോ ഇന്ന് നിങ്ങൾ ജിമ്മിൽ പോയി ഒരാഴ്ച ഒരു 7 ദിവസമാണ് നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു ദിവസം ഇങ്ങനെ ആഴ്ച ജിമ്മിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഒരു ദിവസം നിങ്ങൾക്ക് ഒരു അത്യാവശ്യമായൊരു കാര്യം വന്നു, ഒരു ഫംഗ്ഷൻ വന്നു, അല്ലെങ്കിൽ ഒരു മാരേജ് വന്നു, എന്തെങ്കിലും ഒരു പരിപാടി കയറി വന്നു. സോ നിങ്ങൾ ആ ഒരു ദിവസം സ്കിപ്പ് ചെയ്തു. ഓക്കെ ഫൈൻ. എന്നാൽ രണ്ടാമത്തെ ദിവസം അതിൻ്റെ ക്ഷീണം കാരണം പിന്നെ നിങ്ങൾ സ്കിപ്പ് ചെയ്തു. സോ ആ 2 ദിവസത്തെ ഗ്യാപ്പ് നിങ്ങളുടെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഡിസ്റ്റൻസ് നമ്മൾ വിചാരിക്കുന്നതിനപ്പുറമാണ്. സോ നിങ്ങൾക്ക് അറിയായിരിക്കും നിങ്ങൾ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തതിനും പകുതിക്ക് വെച്ച് നിന്നു. പക്ഷേ കുറേ നാൾ വെച്ച് പിന്നെ ആലോചിക്കും, അത് നിർത്തണ്ടായിരുന്നല്ലോ, നിർത്തിയോണ്ടല്ലേ. സോ ദിസ് ഈസ് ദ കോർ പാർട്ട്. നിങ്ങൾ ഒരിക്കലും 2 തവണയിലധികം അല്ലെങ്കിൽ 2 ദിവസം അല്ലെങ്കിൽ 2 സമയം നിങ്ങൾ സ്കിപ്പ് ചെയ്യല്ലേ. മാക്സിമം 1 ടൈമാണ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ പാടുള്ളൂ. സോ 2 തവണ സ്കിപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ചു വന്ന കൺസിസ്റ്റൻസി സൈക്കിൾ ഇവിടെ ഇല്ലാതാകുകയാണ്. സോ ഇതുവരെ ഞാൻ പറഞ്ഞ ഈ 3 കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഫോളോ. നിങ്ങൾ ഏതെല്ലാം വീഡിയോ കണ്ടോ, ഏതെല്ലാം മോട്ടിവേഷൻ വീഡിയോസ് കണ്ടോ, ഏതെല്ലാം റൂൾസ് വായിച്ചോ, ഇനി നിങ്ങൾ അതിൻ്റെ പിറകെ പോകരുത് പ്ലീസ്. നിങ്ങൾ ഈ ഒരു 3 കാര്യം നിങ്ങൾ ബിൽഡ് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ കൺസിസ്റ്റൻസി എന്ന ഒരു കാര്യം നിങ്ങൾക്ക് നേടിയെടുക്കാം വിത്തിൻ 30 ഡേയ്സ്. ഐ ആം ദ ഗ്യാരണ്ടി. ഞാൻ ആദ്യം ക്യാമറ നോക്കി സംസാരിക്കാൻ പേടിയുള്ളതായിരുന്നു. അപ്പോൾ അതേ കണക്കാണ് ഓരോ കാര്യം ചെയ്യാൻ പേടിയുള്ള ആളായിരുന്നു. പക്ഷേ ഈ ഒരു 3 കാര്യം എനിക്ക് കിട്ടിയ ഒരാളുടെ അടുത്ത് നിന്നാണ്. ആ കാര്യം എനിക്ക് ചെയ്യാൻ പറ്റിയെങ്കിൽ നിങ്ങളെ കൊണ്ടും ചെയ്യാൻ പറ്റും. സോ ഫോളോ ദിസ് റൂൾ ഇൻ യുവർ ലൈഫ് ആൻഡ് അച്ചീവ് യുവർ സക്സസ്. ഹാവ് എ നൈസ് ഡേ.